മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിനെ തള്ളി മുസ്ലിം ലീഗ്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനം അംഗീകരിക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുനമ്പത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ലെന്നും സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടു. നമ്മളന്ന് വിശദീകരിച്ചാണല്ലോ. മുനമ്പം വിഷയത്തിൽ ലീഗിൻ്റെ നിലപാട് പലതവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. അവിടെ ലീഗ് മുൻകൈ എടുക്കുന്നത് മുനമ്പത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ 100-600ഓളം കുടുംബങ്ങളുണ്ട്. ഒരു നിലക്കും അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ്. ഇത് ലീഗിൻ്റെ മാത്രം അഭിപ്രായമല്ല. ഇത്തരം വിഷയങ്ങളിൽ ലീഗ് എപ്പോഴും സാമുദായിക സംഘടനകളുടെയൊക്കെ അഭിപ്രായം തേടാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളെയും നമ്മൾ വിളിച്ചു. നിങ്ങളെല്ലാവരും വന്നാണല്ലോ, വിളിച്ച് അവരുടെയൊക്കെ അഭിപ്രായം കേട്ടു. അപ്പോൾ അവരുടെയും നിലപാട് അത് തന്നെയാണ്. മുസ്ലിം സംഘടനകൾ വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് ആവർത്തിക്കുന്നത്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ് എന്നോട് ചോദിച്ചത്. മുസ്ലിം ലീഗിൻ്റെ നിലപാട് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ലതീഷ ചേരുന്നു. ലതീഷ, ഈ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾക്കെല്ലാം ആദ്യം തന്നെ സാദിഖ് അലി തങ്ങൾ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഉള്ള മനുഷ്യരെ, സാധുക്കളായ മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ ലീഗ് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ വിശദാംശങ്ങൾ? ഷമി, ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന UDF യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുനമ്പം വിഷയത്തിലുള്ള നിലപാടിനെതിരെ മുസ്ലിം ലീഗ് കൃത്യമായ നിലപാട് അവിടെ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വഖഫ് ഭൂമി അല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് വഖഫ് ഭൂമിയാണോ അല്ലോ എന്ന് തീരുമാനിക്കേണ്ടത് ജുഡീഷ്യൽ കമ്മീഷനാണ്, അത് സർക്കാരാണ് നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. കാരണം മുസ്ലിം ലീഗിനെതിരെ വലിയ തോതിൽ സാമുദായിക സംഘടനകളുടെ ഭാഗത്തും വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാട് മാറ്റത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തേണ്ടി വന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ നടപടി വേഗത്തിലാക്കണം, അവിടെ താമസിപ്പിക്കുന്നവരെ കുടിയിറക്കാൻ പാടില്ല, സർക്കാർ വസ്തുതാപരവും അതേപോലെ തന്നെ നിയമപരവുമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വേണം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാനെന്നാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്ന നിലപാട്. ഹാഷമി, ലതീഷ്, ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നതിനൊന്നും ആരും തടസ്സമല്ല. ഈ വിഷയം ഉയർന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ കയറി വലിയ പ്രസ്താവനകൾ നടത്തുകയും വലിയ സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ഒരു അവസരമായി മുനമ്പത്തെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ്. മുസ്ലിം ലീഗിൻ്റെ 2 നേതാക്കളാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നത്. എന്തായാലും അവരുടെ പരസ്യ പ്രസ്താവനകൾ എല്ലാം തന്നെ വിലക്കിയിട്ടുണ്ട്. ഈ നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് നീങ്ങും. അതോടൊപ്പം തന്നെ ലീഗ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാട് കൂടി പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ ഈ കാര്യം പറഞ്ഞതാണ്. ഒരു മനുഷ്യനെ പോലും അവിടുന്ന് കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞതാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് തന്നെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനും അവിടെയുള്ള യഥാർത്ഥ ഭൂ ഉടമകൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആ നിലപാടുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് UDF ഇത്തരത്തിലൊരു 2 അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അതിനെതിരെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ടി മുഹമ്മദ് ബഷീറും KM ഷാജി അടക്കമുള്ള നേതാക്കൾ പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇതോടെ മുസ്ലിം ലീഗ് ആകെ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് പരസ്യ നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിന് വളരെ അവരുടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് പുറത്തു വരേണ്ട സാഹചര്യം കൂടി ഉണ്ടായി. അത് ഇന്നലത്തെ UDF യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വി ഡി സതീശനെതിരെ മുസ്ലിം ലീഗ് കടുത്ത വിമർശനം ഉയർത്തി എന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ കൂടിയായ സാദിഖ് അലി തങ്ങൾ ഇത്തരമൊരു പരസ്യ പ്രസ്താവനയുമായി ഇന്നിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.